ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടൂറിന് പോവാനായി എല്ലാവരും വണ്ടിയിൽ കയറിയ സമയത്താണ് താനൊരു സാധനം മറന്നു എടുക്കാനുണ്ടെന്നും പറഞ്ഞ് വീണ ഡോറും തുറന്ന് അകത്തേക്ക് ചെന്ന് ടീച്ചറമ്മയെ കാണുന്നത്. അവളെ കാണുന്ന ടീച്ചറമ്മ സന്തോഷത്തോടെ എഴുന്നേറ്റ് ടെൻഷനോടെ മോളെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ കൈ വെച്ചു തരാൻ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്കുള്ളതെല്ലാം അമ്മ തന്നതല്ലേ എന്ന് വീണ പറയുമ്പോഴേക്കും നീ പെട്ടെന്നിറങ്ങ്, അല്ലെങ്കിൽ അവരെല്ലാം കൂടി ബഹളം വയ്ക്കുമെന്ന് അമ്മ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കനി സന്ധ്യയാകുമ്പോഴേക്കും എത്തും. ഞങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കാം. അങ്ങനെ കുറച്ചു ദിവസം അമ്മയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ എൻ്റെ ഈ യാത്ര. അമ്മ കുറച്ചു ദിവസം സ്വസ്ഥമായി ഇരിക്കേ എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോൾ ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിച്ച് മോൾ പോയിട്ട് വാ എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവളെ യാത്രയാക്കുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോൾ ടീച്ചറമ്മ ജനലിനടുത്ത് വന്ന് നോക്കി നിൽപ്പുണ്ട്. വീണ ടെൻഷനോടെ ഓടി വന്ന് കാറിൽ കയറുമ്പോൾ എന്തെടുക്കാനാ ഇത്ര വേഗം ഓടിപ്പോയതെന്ന് രേണു പിറകിന്ന് ചോദിക്കുന്നുണ്ട്. ക്ലിപ്പ് എടുക്കാനായിരുന്നു എന്നും പറഞ്ഞ് ഒരു ക്ലിപ്പ് കാണിച്ചു കൊടുക്കുമ്പോൾ അയ്യേ എന്ന് രേണു പറയാ. ഇതിനാണോ നീ ഈ സമയമില്ലാത്ത സമയത്ത് ഓടിയത് എന്ന് രാധയും അവളെ വഴക്കു പറയുന്നുണ്ട്. അപ്പോഴേക്കും പിറകിലിരിക്കുന്ന നമ്മുടെ കല്ലു വീണയെ ചേർത്ത് പിടിച്ച് അവളുടെ ചെവിയിൽ സ്വകാര്യമായി അമ്മമ്മയെ കാണാൻ പോയതല്ലേ എന്ന് ചോദിക്കണ കേട്ട് ദേ അമ്മേ, അവിടെ ചേച്ചി പിന്നെ ചെവി തീറ്റ തുടങ്ങിയെന്ന് കാവ്യ അമ്മയോടായി പറയുന്നുണ്ട്. മഹേഷ് ആണേൽ ഡ്രൈവറുടെ കൂടെ മുൻസീറ്റിലും രാധയും കാവ്യയും സന്തോഷും വീണയും നടുവിലും പിറകിൽ രേണുവും ഋതുവും കലവുമാണ് ഇരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാധ വിഷ്ണുവിനെ വിളിച്ച് യാത്രയാക്കാൻ പോലും വിഷ്ണു വരാത്തതിനെ ചൊല്ലി വഴക്കിടുന്നത്. നിങ്ങൾ ഇറങ്ങിയോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ടൂർ വരാൻ നിങ്ങൾക്ക് ഏതായാലും പറ്റില്ല, എന്നാൽ പിന്നെ വീടടച്ച് ഞാനും പിള്ളേരും യാത്ര ഇറങ്ങുമ്പോൾ ഒന്ന് യാത്രയാക്കാനെങ്കിലും വന്നൂടെ എന്ന് രാധ ചോദിക്കുമ്പോൾ ശരിക്കും തിരക്കിൽപ്പെട്ട് തന്നെ നിൽക്കുവാ രാധേ. വീട്ടിൽ ആളുണ്ടാവില്ലെന്ന് ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിഷ്ണു പറയണ കേട്ട് അതാണല്ലോ ഇപ്പോൾ വലിയ കാര്യം, എങ്കിൽ പിന്നെ 2 പോലീസുകാരെ കൂടി അവിടെ അങ്ങ് പാറാവ് നിർത്ത് എന്ന് രാധ ദേഷ്യത്തോടെ പറയണ കേട്ട് അത് യൂഷ്വൽ പ്രൊസീജിയർ രാധേ. ട്രെയിൻ രാത്രി 7:30 ഞാൻ അങ്ങോട്ട് എത്താൻ പറ്റുമോന്ന് നോക്കാം എന്ന് വിഷ്ണു വീണ്ടും അവളെ സമാധാനിപ്പിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടി വരണ്ട, അവിടെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് ദേഷ്യത്തോടെ രാധ പറയുമ്പോഴേക്കും കല്ല് പിറകിന്ന് വിളിച്ച് ചുമ്മാ അച്ഛനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ, ആ ഫോൺ ഇങ്ങ് തന്നേന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാം. ഞങ്ങൾ പോയിട്ട് വരാമെന്ന് കല്ല് പറയുമ്പോൾ ശരി മോളെ, അച്ഛൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതാ വരാഞ്ഞ്, യാത്രയൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് കാവ്യയെ തിരക്കുമ്പോൾ കല്ലു കാവ്യയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അച്ഛൻ കുറച്ച് തിരക്കിലായിപ്പോയി മോളെന്ന് വിഷ്ണു പറയുമ്പോൾ അച്ഛൻ എപ്പോഴാ തിരക്കിലല്ലാത്തെ, ഒരു ഭാര്യയും 2 പെൺമക്കളും ഉള്ള കാര്യം മറക്കണ്ട എന്നവൾ ചെറിയ വായിൽ വലിയ വർത്താനം പറയണ കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മോ മറക്കില്ല, പറ്റിയ താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാമെന്ന് വിഷ്ണു പറയണ കേട്ട് തനിക്ക് പ്രതീക്ഷയൊന്നുമില്ലെന്ന് പറഞ്ഞ് കാവ്യ കോൾ കട്ട് ചെയ്യാം. പിന്നീട് സന്ധ്യയാവുമ്പോഴേക്കും നമ്മുടെ കനി പുറകുവശത്തെ ഗേറ്റിലൂടെ ടീച്ചർ അമ്മയുടെ മുറ്റത്തെത്തുന്നുണ്ട്. മൊബൈലിൽ ടോർച്ച് ലൈറ്റുമായി വരുന്ന അവൾ തൂക്കിയിട്ടിരിക്കുന്ന ചെടിച്ചട്ടിയിൽ നിന്നും ചാവിയൊക്കെ എടുത്തു തുറന്ന് പുറകുവശത്തൂടെ കയറിയ അവൾ തളത്തിലെത്തി അവിടെയെല്ലാം ചെറിയമ്മയെ തിരഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും എവിടെയും കാണുന്നില്ല. വീടിനകത്ത് ലൈറ്റൊന്നും ഇടരുതെന്നായിരുന്നല്ലോ മഹേഷിൻ്റെയും രാധയുടെയും ഓർഡർ. ആകെ ഇരുട്ടിലായിരിക്കുന്ന ആ വീട്ടിലൂടെ മൊബൈലിൻ്റെ ഫ്ലാഷും ഓണാക്കിക്കൊണ്ട് കനി മുകളിലെത്തി അവിടെയെല്ലാം ചെറിയമ്മയെ തിരയുന്നുണ്ടെങ്കിലും അവിടെയും കാണുന്നില്ല. പിന്നീട് ചെറിയമ്മയെ തിരിഞ്ഞ് സീറ്റൗട്ടിലെത്തുന്ന അവൾ അവിടെ കയവരിലിരിക്കുന്ന ചെറിയമ്മയെ കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ഇരിക്കുമായിരുന്നോ എന്നും പറഞ്ഞ് കനി ടീച്ചറമ്മയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഇരുട്ട് മുറിയിൽ ഇരിക്കുന്ന പോലല്ല, ഇരുട്ട് മൊത്തം വിഴുങ്ങിയ വീട്ടിലിരിക്കുന്നത്. കുറച്ചു നേരം ഇരുന്നപ്പോൾ എനിക്ക് വല്ലാതായി. പിന്നെ ഞാൻ ഇവിടെ വന്നങ്ങിരുന്നു. ഇവിടെ നല്ല കാറ്റൊക്കെയുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന എന്നെ അടക്കിയ സ്ഥലവും പാറുവിൻ്റെ തൊഴുത്തുമെല്ലാം കാണാം. പാറും കുഞ്ഞുങ്ങളും ഇല്ലാത്ത തൊഴുത്തു കാണുന്നത് തന്നെ വേദനയാ. ഇവരിനി ഇതും പൊളിച്ചു കളയും. മഹേഷിനും രാധയ്ക്കുമാണ് എനിക്കും കുഞ്ഞിക്കും ഉള്ള പോലെ പൈക്കളോട് ഒരു ബന്ധവുമില്ല. പാറുവിനെ വിറ്റ സമയത്ത് കുഞ്ഞി എത്ര നാളാ പനിച്ചു കിടന്നത്. ഇക്കാലത്തെ മനുഷ്യർക്കിടയിൽ പോലുമില്ല അങ്ങനൊരു ബന്ധം. പിന്നെ മൃഗങ്ങളുമായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോയാലോ എന്ന് ചോദിക്കാം. വീടിനകത്ത് ലൈറ്റ് ഇടാൻ പാടില്ലെന്നാണല്ലോ നിയമം എന്ന് ചെറിയമ്മ പറയണ കേട്ട് അതിനൊക്കെയുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ത് സൂത്രം എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കനി ചെറിയമ്മയും കൊണ്ട് അകത്തേക്ക് പോവുക. അകത്ത് കയറിയ കനി ജനലിൻ്റെ ഗ്ലാസ്സിലൊക്കെ ലൈറ്റ് പുറത്ത് കാണാതിരിക്കാനുള്ള കൂൾ ഫിലിമൊക്കെ ഒട്ടിച്ചു വന്ന് സംഗതിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലൈറ്റ് ഓൺ കർമ്മം ചെറിയമ്മ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ ടീച്ചറമ്മ ചെന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. വീടാകെ ലൈറ്റ് തെളിയുമ്പോൾ ടീച്ചറമ്മയും സന്തോഷത്തോടെ വന്ന് കനിയുടെ അടുത്തിരിക്കുക. ഇനി പേടിക്കാനൊന്നുമില്ല, അകത്തെ വെട്ടമൊന്നും ഇനി പുറത്തു കാണില്ല. ലൈറ്റ് ഇടാതെ ഈ വീട്ടിലിരിക്കുന്നത് നടക്കുന്ന പരിപാടിയൊന്നുമല്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ വീടിനകത്ത് അടച്ചിരിക്കുന്നത് വലിയ പാടാ എനിക്ക് എന്നവൾ പറയുമ്പോൾ വെട്ടം വന്നപ്പോൾ തന്നെ പാതി പ്രശ്നം കഴിഞ്ഞു.
എന്ന് പറഞ്ഞ് ചായ എടുക്കാനായി ചെറിയമ്മ എണീക്കുമ്പോഴേക്കും ചായ താനിടാമെന്ന് കനി വിലക്കുന്നുണ്ട്. കനിക്കുട്ടിക്ക് ചായ ഇടാനൊക്കെ അറിയുമെന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ ചായ, കട്ടൻ കാപ്പി, കട്ടൻ ചായ, ഓംലെറ്റ്, മാഗി, പപ്പടം ഒക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഈ അറിവൊക്കെ വഴിയെ വേണ്ടി വരും. ഇപ്പൊ തൽക്കാലം ഞാൻ ചായ ഇടാം. നല്ലൊരു ചായ കുടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അടുക്കളയിലേക്ക് ചായ ഇടാനായി പോവുക. പിറകെ തന്നെ കനിയും ചെല്ലുന്നുണ്ട്. പാലൊക്കെ ഗ്യാസിൽ തിളയ്ക്കാനായി വെച്ച് കനിക്കുട്ടിക്കായി താൻ സ്പെഷ്യലായി ഉണ്ടാക്കിയ കഴിച്ചു നോക്ക് നെയ്മോദകം എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവൾക്ക് അതെടുത്തു കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി നോക്കി നല്ല നെയ്യിൻ്റെ മണമുണ്ട് എന്ന് അവൾ പറയണ കേട്ട് അതാ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചെറിയമ്മ അവളോടായി പറയാം. അവളത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും എന്നും പറഞ്ഞ് അവൾ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്നതും അതിൻ്റെ വില മനസ്സിലാക്കുന്നതും ശരിക്കും അത് നഷ്ടപ്പെടുമ്പോഴാ. ആശാന്റെ കവിത കേട്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞുകൊണ്ട് വല്ലതും മനസ്സിലായോന്ന് കനിയോടായി ചെറിയമ്മ ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല എന്ന് കനി പറയുമ്പോൾ, എടി ഇത് സംസ്കൃതമൊന്നുമല്ല, മലയാളമാ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോവാനും കുളിക്കാനും കഴിയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു പാഠാ, വല്ലാത്തൊരു പാഠം എന്ന് ടീച്ചറമ്മ വിഷമത്തോടെ ആലോചിച്ചു നിൽക്കുമ്പോൾ എത്ര നാളിങ്ങനെ ആരും അറിയാതെ കിടക്കുമെന്ന് കനി ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും കനിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. വീണയുടെ മെസ്സേജ് ആയിരുന്നു അത്. എടി ഞങ്ങൾ ട്രെയിനിൽ പുറപ്പെട്ടു, നീ വീടെത്തിയോ? അമ്മ ആ മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന് വല്ലതായടി, നിങ്ങൾ രണ്ടാളും അടിച്ചു പൊളിക്ക്. അവരെല്ലാരും അടുത്തു തന്നെ ഉള്ളോണ്ട് ഒന്ന് വിളിക്കാൻ പറ്റുന്നില്ലടി. ഇപ്പൊ തന്നെ ടോയ്ലറ്റിന്റെ അടുത്ത് നിന്നിട്ടാ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് എന്ന് വീണയുടെ മെസ്സേജ് ചെറിയമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് കനി അതിന് മറുപടിയായി വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. എടി ഞാനെത്തിയിട്ട് കുറച്ച് സമയമായി. ചെറിയമ്മ ഉണ്ടാക്കി തന്ന ചായയും നെയ്മോദവും കുടിച്ച് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ കഴിയുമ്പോഴൊക്കെ വോയിസ് ഇടെന്ന് കനി പറയുന്നുണ്ട്. ചെറിയമ്മ അപ്പോൾ ഞാനിങ്ങനെ അവരുടെ കാര്യം തന്നെ ആലോചിക്കുകയായിരുന്നു. പുറപ്പെട്ടല്ലോ, സമാധാനം എന്ന് പറഞ്ഞ് ചായ കൂട്ടിക്കൊണ്ട് നമുക്കേ അത്താഴത്തിൻ്റെ പരിപാടി നോക്കണ്ടേ? കനിക്കുഞ്ഞിന് രാത്രി എന്താ വേണ്ടത് എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും ഓക്കെ ആണെന്ന് കനി പറയുന്നുണ്ട്. എന്നാലും പറയേ, ചോറ് വേണോ അതോ എന്തെങ്കിലും പലഹാരം വേണോ? അല്ലെങ്കിൽ കഞ്ഞി ആയാലോ? കഞ്ഞി മതിയെന്ന് കനി പറയുമ്പോൾ എന്നാ പിന്നെ ചെറിയമ്മ അതിലേക്ക് ഇത്തിരി ചെറുപയറും ഉലുവയും ചെറിയുള്ളിയും കാന്താരിയും ഇട്ട് സൂപ്പർ ഒരു കഞ്ഞി ഉണ്ടാക്കി തരാം. കഞ്ഞിയുടെ കൂടെ വറുത്തരച്ച ചമ്മന്തിയും നാരങ്ങ അച്ചാറും പിന്നെ പപ്പടവും ഇവിടെ കാണുമായിരിക്കും. നമുക്ക് ഒപ്പിക്കാമെന്ന് ചെറിയമ്മ പറയുമ്പോൾ അത് പൊളിക്കും എന്ന് കനി സന്തോഷത്തോടെ പറയുമ്പോൾ ചെറിയമ്മ അവൾക്ക് ചായ കൊടുക്കുന്നുണ്ട്. പിന്നീട് കനിയും ടീച്ചറമ്മയും കൂടി തളത്തിലെ കൈവരിയിലിരിക്കുമ്പോൾ വീണ സ്റ്റാറ്റസ് ആയിട്ട ട്രെയിനിലെ ഫോട്ടോയൊക്കെ കനി ചെറിയമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക. ഫോട്ടോയൊക്കെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് അതിനൊരു ഹാർട്ട് കൊടുത്തേക്കെന്ന് ചെറിയമ്മ പറയണ കേട്ട് അമ്പിടി അതൊക്കെ പഠിച്ചോന്ന് കനി ചോദിക്കുക. കല്ലൂസ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചെറിയമ്മ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ചെറിയമ്മയെ പഠിപ്പിക്കണമെന്ന് കല്ലൂസ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് കനിയും പറയുക. അതിലൊന്ന് ആക്റ്റീവ് ആകണമെന്നും പറഞ്ഞ് കല്ലു എനിക്കൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് ചെറിയമ്മ പറയുമ്പോൾ കല്ലു പറഞ്ഞു ടീച്ചറമ്മ എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയെന്ന്. അക്കൗണ്ടൊക്കെയുണ്ട്, പക്ഷെ അതിൽ ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ലെന്ന് ചെറിയമ്മ പറയണ കേട്ട് അതിനെന്താ നമുക്ക് ഇന്ന് തന്നെ ഇട്ട് കളയാം എന്ന് കനി പറയുമ്പോൾ ഇനി അതൊക്കെ നടക്കുമെന്ന് ടീച്ചറമ്മ സംശയത്തോടെ ചോദിക്കുമോ? നടക്കാതിരിക്കാനെന്താ? ഈ ടീച്ചറമ്മ എന്ന് പറയുന്നത് ഒരു പൊതു സങ്കല്പമാണ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനുണ്ടാവും. അതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരു പൊതു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം എന്ന് കനി പറയുമ്പോൾ ടീച്ചറമ്മ ആലോചനയോടെ ഇരുന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞാൽ മതി, ഞാൻ ടൈപ്പ് ചെയ്തോളാമെന്ന് കനി പറയുമ്പോൾ ചെറിയമ്മ മൊബൈലെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് കൈവരിലിരുന്ന് ആലോചിച്ചുകൊണ്ട് ഒരു കഥ പറയാനായി തുടങ്ങുക. ടീച്ചർ പഠിപ്പിക്കണ നേരത്തെ പിൻബെഞ്ചിൽ സ്ഥിരമായി തലവെച്ചുറങ്ങുന്ന ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു. അശ്രദ്ധയോടെ ക്ലാസ്സിലിരുന്നുറങ്ങുന്ന പെൺകുട്ടിയോട് ടീച്ചർക്ക് ആദ്യം അരിശം തന്നെയാ തോന്നിയത്. പിന്നെ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കിയപ്പോഴാ രാവിലെ പച്ചവെള്ളം മാത്രം കുടിച്ചു വരുന്ന ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നത്. പിന്നെ നല്ലൊരു അധ്യാപകനാകാൻ നന്നായി പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഓരോ കുട്ടിയെയും മനസ്സിലാക്കണം, അവരുടെ മനസ്സറിയണം, ജീവിതം അറിയണം, പ്രശ്നങ്ങളും അറിയണം. അറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന് പരിഹാരവും കാണണം. പരിഹാരമായി കുട്ടിക്കുള്ള ഭക്ഷണം ടീച്ചർ കൊണ്ട് കൊടുത്തു. അമ്മയെ പോലെ ഭക്ഷണം വാരിക്കൊടുത്തു. ടീച്ചറുടെ ശ്രദ്ധയിലും സ്നേഹത്തിലും ആ കുട്ടി നല്ല മിടുക്കിയായി പഠിച്ചു. ടീച്ചർ ആ കുട്ടിക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാതൃകയായി.
ഒരു ദിവസം ടീച്ചർ കുട്ടികളോട് ക്ലാസ്സിൽ അവരുടെ അംബിഷൻ പറയാൻ പറഞ്ഞു. അന്നേരം നല്ല ചുറുചുറുക്കോടെ ചാടി എഴുന്നേറ്റ് ആ കുട്ടി ടീച്ചറോട് പറഞ്ഞു, എനിക്ക് ടീച്ചറിനെ പോലെ ഒരു ടീച്ചറായാൽ മതിയെന്ന്. എന്നിട്ട് എനിക്ക് ടീച്ചർ തന്നതുപോലെ അവർക്ക് സ്നേഹവും പരിഗണനയും കരുതലും ഒക്കെ കൊടുക്കണമെന്ന്. ചെറിയമ്മ ഇതെല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന കനി കഴിഞ്ഞോന്ന് ചോദിക്കാം. ഇതുപോരെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ മതി എന്നും പറഞ്ഞുകൊണ്ട് കനി ടൈപ്പ് ചെയ്യുന്നത് നിർത്തുക. ഇതെല്ലാം കേട്ട് സംഗതി ഗംഭീരമായിട്ടുണ്ട്, ഒരു ലൈഫൊക്കെ ഉണ്ട്. അല്ല, ഇത് നമ്മുടെ നീന ടീച്ചറുടെ കഥയാണോ എന്ന് കനി ചോദിക്കുമ്പോൾ എനിക്ക് നീന, ഇത് ഓരോ അധ്യാപകരും വായിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഓരോ കുട്ടികളുടെയും മുഖം തെളിയും. അതുപോലെ ഇതിൽ പറഞ്ഞ ടീച്ചറമ്മയുടെ മുഖമായി പലരും കാണുന്നത് പല മുഖങ്ങളായിരിക്കും എന്ന് ചെറിയമ്മ പറയുമ്പോൾ അത് സത്യമാ ചെറിയമ്മേ. ടീച്ചറമ്മ എന്നത് തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ. ടീച്ചറമ്മ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിലെ അമ്മയെപ്പോലെ ചിരിക്കുന്ന സ്നേഹിക്കുന്ന ടീച്ചറുടെ മുഖമായിരിക്കും വരുന്നത് എന്നവൾ പറയണ കേട്ട് സത്യമാടിന്ന് ടീച്ചറമ്മ ചിരിച്ചോണ്ട് പറയാ. ഓക്കെ, ഇതൊരു ടീച്ചറുടെയും കുട്ടിയുടെയും ഇമേജ് വെച്ച് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇമേജൊക്കെ സെലക്ട് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട, നമുക്ക് വരുന്ന റെസ്പോൺസ് ഒക്കെ നോക്കിയിരിക്കാം എന്ന് കനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ അതിന് വരുന്ന ലൈക്കും കമൻറ്റും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഇതെൻ്റെ കഥയാണ്, എനിക്കുമുണ്ടായിരുന്ന ഒരു ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ അവർ വായിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ നോക്കിക്കൊണ്ട് ദേ നീന ടീച്ചറും ലൈക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ഷെയറും ചെയ്തിട്ടുണ്ട് എന്ന് കനി പറയുമ്പോൾ അപ്പം നീനയൊക്കെ കാണുന്നുണ്ടല്ലേ എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ പിന്നല്ലാണ്ട് ഇതേറ്റ് ധാരാളം പേർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ അത് നോക്കിക്കൊണ്ടിരിക്കുക. നീന ടീച്ചർ പറഞ്ഞതനുസരിച്ച് ആ പോസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന മിഥുൻ സാർ അത് വായിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞത് ശരിയാണല്ലോ, ഇത് ടീച്ചറുടെ തന്നെ കഥയല്ലേന്ന് നീനയോട് ചോദിക്കുക. അതേന്ന്, ഞാൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ടീച്ചർ ആയിരിക്കില്ലേ ഇതിൻ്റെ അഡ്മിൻ, അല്ലെങ്കിൽ കുറച്ച് ടീച്ചർമാർ, അവരോട് വെറുതെ ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കിയാലോ എന്നും പറഞ്ഞുകൊണ്ട് നീന ചാറ്റ് ചെയ്യാൻ തുടങ്ങുക. കൈവരിയിലിരിക്കുന്ന ചെറിയമ്മയുടെ മടിയിൽ തലയും വെച്ച് കിടന്ന് പോസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന കനി നീന ടീച്ചർ പേഴ്സണൽ ചാറ്റിൽ വന്നിട്ടുണ്ടെന്ന് പറയുക. എന്താണെന്ന് നോക്കെന്ന് ചെറിയമ്മ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും വലിയൊരു സ്വാധീന ശക്തിയായി ഒരു ടീച്ചറമ്മയുണ്ട്, അതുകൊണ്ടാ ഞാൻ ഈ പേജ് ലൈക്ക് ചെയ്തത് എന്ന് അവളുടെ ചാറ്റ് കനി ചെറിയമ്മയ്ക്ക് വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ടീച്ചറമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. സരസ്വതി എന്നാണ് എൻ്റെ ടീച്ചറമ്മയുടെ പേര്. ഇന്ന് ടീച്ചർ ഞങ്ങളോടൊപ്പം ഇല്ല, അതിൻ്റെ വിഷമം ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന അവളുടെ ചാറ്റ് കണ്ട് മനസ്സിലായി, വിഷമിക്കേണ്ട, ഈ ടീച്ചറമ്മയുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് മറുപടി കൊടുക്കാൻ കനിയോട് പറയുന്നുണ്ട് ചെറിയമ്മ. ആ റിപ്ലൈ നീന മിഥുൻ സാറിനെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ആഹാരത്തിന് ബുദ്ധിമുട്ടിയിരുന്ന എനിക്ക് സരസ്വതി ടീച്ചർ ഭക്ഷണവും സ്നേഹവും തന്നു. ഒടുവിൽ എനിക്ക് ടീച്ചറോടൊപ്പം തന്നെ അധ്യാപികയായി വർക്ക് ചെയ്യാനുള്ള ഭാഗ്യവും ലഭിച്ചു എന്നുള്ള നീനയുടെ ചാറ്റ് വീണ്ടും ടീച്ചറമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ സന്തോഷം എന്ന് മറുപടി കൊടുക്കാൻ ചെറിയമ്മ പറയുന്നുണ്ട്. സരസ്വതി ടീച്ചർ ഞങ്ങളെ വിട്ടു പോയതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. എൻ്റെ വിവാഹമൊക്കെ നടത്തി തന്നത് ടീച്ചർ ഒപ്പം നിന്നിട്ടാ എന്ന് ടെൻഷനോടെയുള്ള നീനയുടെ മറുപടി കേട്ട് വിഷമത്തോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.